السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: لقد عرج بي حتى وصلت إلى مستوى سمعت فيه صريف الأقلام. صدق رسول الله صلى الله عليه وسلم. ميم وحاميم ودال مال عن كل المقام ما قام أو أدنى اختف الشعور للكمال مال. ميم وحاميم ودال مال عن كل المقام مقام أو أدنى اختف الشعور للكمال مال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. سلسبيلا سار فيه سيد السادات سر سلسبيلا تسقى في الحالات كالسلسال سال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. لا إله إلا الله لاح نورها لمن لا إلى غير يميل. لا عيال لا إله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഏറ്റവും ആദരണീയരായ ഈ പ്രദേശത്തിൻ്റെ പരിശുദ്ധമായ ദീനീ സേവനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഖാദി ഫൈസി ഉസ്താദ് അവറുകളെ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന സാലിം ഫൈസി, സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അക്കാദമിക് കൗൺസിൽ കൺവീനർ ഡോക്ടർ മുഹമ്മദ് ബഷീർ സാഹിബ് പനങ്ങാങ്ങര അടക്കമുള്ള വേദിയിലുള്ള പണ്ഡിതന്മാരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, വളരെ മുബാറക്കായ ഒരു രാത്രി, ഇസ്രാ മിഅ്റാജ് സംഭവിച്ച ഒരു രാത്രി, ഏറ്റവും ആദരണീയമായ ദുആക്കുത്തരമുള്ള ഒരു മുബാറക്കായ സദസ്സിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഈ രാത്രിയിലും ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മറ്റു പല അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളിലും സമയം ചെലവഴിക്കുന്ന പലരും, പല ഹതഭാഗ്യരും നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട്. നമുക്കും അതിനൊക്കെയുള്ള സൗകര്യങ്ങളും അതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു മുബാറക്കായ സദസ്സിൽ വന്നിരിക്കാൻ
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമുക്ക് എന്തോ ഒരു അംഗീകാരം ഉണ്ട് എന്നതിൻ്റെ ഒരു അടയാളം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ റിസാലത്തു അയ്യുഹൽ വലദു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഗ്രന്ഥമാണ്. മോനെ എന്ന് വിളിച്ച് ഉപദേശിക്കുന്നതായതുകൊണ്ട് പലരും വിചാരിച്ചത് അതൊരു ചെറിയ കുട്ടിയോടുള്ള ഉപദേശമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് കാലം പഠിച്ചു, കിതാബ് ഓതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരുടെ അരികിൽ നിന്ന് അവരുടെ ആദാബുകൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, അവരുടെ ബറക്കത്തിന് വേണ്ടി, സുഹബത്തിന് വേണ്ടി അവരുടെ കൂടെ ജീവിച്ചു. എന്നിട്ട് പിന്നീട് പോയതിന് ശേഷം ഉസ്താദിന്റെ, ഗുരുനാഥന്റെ, ആ മഹാമുറബിയായ ശൈഖിന്റെ ഉപദേശം തേടി കത്തയച്ചപ്പോൾ, അല്ലെങ്കിൽ ഉപദേശം തേടിയപ്പോൾ ആ ശിഷ്യന് കൊടുത്ത ഉപദേശമാണ് റിസാലത്ത് അയ്യുഹൽ വലദ് എന്ന പേരിൽ വലിയ അകക്കാമ്പുള്ള ഒരുപാട് ഹിക്മത്തുകൾ, തത്വജ്ഞാനങ്ങൾ അടങ്ങിയ ഗ്രന്ഥത്തിലൂടെ ഇമാം ഗസാലി തങ്ങൾ നൽകുന്നു. എന്നാൽ ആ ഗ്രന്ഥം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് മിൻ അലാമാത്തി ഇഅറാദില്ലാഹി അനിൽ അബ്ദി, മിൻ അലാമാത്തി ഇഅറാദില്ലാഹി അനിൽ അബ്ദി ഇഷ്തിഗാലുഹു ബിമാ ലാ യഅനീഹി എന്നാണ്. എത്ര അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് ബഹുമാനപ്പെട്ടവരാ പ്രയോഗിച്ചത്. ആയത്തുകളിലും ഹദീസുകളിലും വന്നിട്ടുള്ള മൊത്തം വിഷയങ്ങളെ സാംശീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഈ ഒരൊറ്റ ഉപദേശത്തിന്റെ അകക്കാമ്പ് നമ്മൾ ഉൾക്കൊണ്ടാൽ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറും. ഇമാം ഗസാലി തങ്ങൾ പറയുന്നത് മിൻ അലാമാത്തി ഇഅറാദില്ലാഹി അനിൽ അബ്ദി, ഒരു അടിമയെ അള്ളാഹു ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അള്ളാഹു അവനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, അവനെ അള്ളാഹു പരിഗണിക്കുന്നില്ല എന്നതിന്റെ അടയാളമാണ് ഇഷ്തിഗാലുഹു ബിമാ ലാ യഅനി, തനിക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ തന്റെ സമയം ചെലവഴിക്കുക എന്ന്. നമുക്ക് ദുനിയവിയായോ ഉഖ്റവിയായോ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ നമ്മുടെ സമയത്തിൽ 24 മണിക്കൂറിൽ അല്പമെങ്കിലും ചെലവഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ അടുത്ത് ഈ അബ്ദിന് ഒരു സ്ഥാനവുമില്ല എന്നതിന്റെ അടയാളമാണ് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്. എന്റെ വഴിക്ക് നടക്ക്, ഏത് വാദിയിൽ പോയി തുലഞ്ഞാലും വേണ്ടിയില്ല, എവിടെ പോയി നീ നശിച്ചാലും വേണ്ടില്ല, നിനക്ക് എന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടത്തെ തൊട്ട്, ആ കാരുണ്യത്തിന്റെ തിരുനോട്ടത്തെ തൊട്ട് അവനെ അള്ളാഹു ഒഴിവാക്കിയിരിക്കുന്നു. ഇനി അവന്റെ അവസ്ഥ എവിടെയോ പോയി തുലയലാണ്, നശിക്കലാണ്. ഇതിന്റെ അടയാളമാണ് അവന് ഉപകാരമില്ലാത്ത, ശ്രദ്ധിക്കണം ശരിക്ക്, ഇസ്തിഗാലുഹു ബിമാ ലാ യഅനി, അവന് ഉപകാരമില്ലാത്ത കാര്യത്തിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊക്കെ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതിന്റെ ഇടയിൽ നമുക്ക് ഉപകരിക്കുന്ന കാര്യത്തിൽ എത്ര മണിക്കൂർ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകും? നമുക്ക് ഉപകാരമില്ലാത്ത കാര്യത്തിൽ എത്ര സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും? ഉപകാരവുമില്ല, ഉപദ്രവവുമില്ല. എന്നാൽ അതോടൊപ്പം ഉപദ്രവകാരിയായ, നമുക്ക് ആഖിറത്തിൽ ഒരു ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അള്ളാഹുവിന്റെ ഗളബിലേക്ക്, അള്ളാഹുവിന്റെ കോപത്തിലേക്ക്, നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന എത്രയോ കാര്യങ്ങളിൽ നാം ഇന്ന് എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു അവഗണിക്കുന്നു എന്നതിന്റെ അടയാളം ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത കാര്യത്തിൽ ചെലവഴിക്കലാണ്. അപ്പോൾ പിന്നെ ഉപദ്രവകാരികളായ കാര്യത്തിൽ നമ്മുടെ സമയത്തെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു തിരിഞ്ഞു കളഞ്ഞു എന്നതിന്റെ അടയാളമല്ല, അള്ളാഹു അവനിൽ കോപിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ സമയത്തിൽ നിന്ന് എത്ര കഴിഞ്ഞുപോയി? നമുക്കിനി എത്രയാണ് ബാക്കിയുള്ളത്?
ആർക്കാണത് പറയാൻ കഴിയുക? ഞാൻ ഇന്നിവിടെ ഈ ദ്വീപിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ മാഷ് ഇന്ന് ഞങ്ങൾ 3-4 ദിവസം മുന്നേ ഇവിടെ എത്തി. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉമ്മ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഒരുപക്ഷെ സൗദിയിലോ ലണ്ടനിലോ ഒക്കെ ആണെങ്കിൽ പോലും തിരിച്ചെത്തിയ മയ്യത്തിനെ കാണുവാനും മയ്യത്ത് അവിടെ വെച്ച് നിസ്കരിക്കാനും ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇന്ന് വെസലിൽ വരുമ്പോഴാണ്, നെറ്റ് ഓൺ ആയപ്പോഴാണ് ഇന്ന് 2 മണിക്ക് വഫാത്തായ വിവരം അറിയുന്നത്. മനുഷ്യന്റെ സ്ഥിതി ഇതാണ്. നാളെ ഞങ്ങൾ നാട്ടിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആർക്കാണ് ഉറപ്പു തരാൻ കഴിയുക? എന്റെ മയ്യത്ത് എന്റെ മക്കൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ടോ? എന്റെ മയ്യത്ത് നിസ്കരിക്കുന്നത് എന്റെ മകനായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ഇതൊക്കെ നമ്മുടെ വിശ്വാസമല്ലേ? പക്ഷേ ഈ വിശ്വാസം നമ്മിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? ആ നിലക്കുള്ള ഒരു വിചാരം നമുക്കുണ്ടെങ്കിൽ, ആ നിലക്കുള്ള ഒരു വികാരം നമുക്കുണ്ടെങ്കിൽ, ആ നിലക്കുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലും അല്ലാതെ ചെലവഴിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? നാം ഒരു അനാവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് നമ്മെ പിടിക്കാൻ വരുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? എത്ര ആളുകൾ പലരും പറഞ്ഞിട്ടുണ്ട്, ആ മരിച്ച ആള് ഞാനായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ച പല രംഗങ്ങളും. ഞാൻ ഒരിക്കൽ ദുബൈയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഫാറൂഖ് പള്ളി എന്നൊരു പള്ളിയുണ്ട്. പള്ളിയുടെ പേര് ഫാറൂഖ് എന്നല്ല, മലയാളികൾ വിളിക്കുന്ന പേരാ. അവിടെ ഫാറൂഖ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലോ മറ്റോ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പേര്. ഒരു കുത്തിക്കലക്കി പള്ളിയുണ്ട്, കുത്തിക്കലക്കി എന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ പള്ളിയെ പിന്നെ മലയാളികൾ വിളിക്കുക കുത്തിക്കലക്കി പള്ളി എന്നാണ്. നമ്മളൊരു സ്വഭാവമാണത്. അങ്ങനെ ആ ഫാറൂഖ് പള്ളിയിൽ എന്നും നിസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ, കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം സുജൂദിൽ കിടന്ന് പിന്നെ എണീക്കുന്നില്ല. നോക്കുമ്പോ മരിച്ചു പോയിരിക്കുകയാണ്. ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയ രംഗങ്ങളാണ് അതൊക്കെ. അതേ സമയം മറ്റു പല അപകടകരമായ അവസ്ഥയിൽ മരിച്ചു പോയവരെ നമുക്കറിയാലോ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് പറയാണ്, ഭാര്യ മാത്രമാണ് റൂമിലുള്ളത്. ഭാര്യയോട് പറയുന്നു, നീ പുറത്തേക്ക് കടക്ക്. ഇന്നി അറാ വുജൂഹൻ, ഞാൻ ചില മുഖങ്ങൾ കാണുന്നു. അത് മനുഷ്യ മുഖമല്ല, അത് ജിന്നിന്റെ മുഖമല്ല, പ്രകാശിതമാകുന്ന ചില മുഖങ്ങൾ കാണുന്നു. അത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാവുന്നു. അത് നീ പുറത്തേക്ക് കടക്കുക എന്ന് പറയാം. അങ്ങനെ മരിച്ചുപോയവരുണ്ട് ഇവിടെ. എന്നാൽ വാസിഖ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഒരുപാട് പണ്ഡിതന്മാരെ കൊല ചെയ്ത അഹങ്കാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ പേശിയുടെ കരുത്ത് ഒരാണി പോലും തറക്കാൻ കഴിയില്ല എന്ന് പോലും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ പല്ലുകൊണ്ട് കടിച്ചാലൊന്നും ഒന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വരുത്താൻ കഴിയില്ല. അത്ര പേശി ബലമുള്ള, അതിന്റെ പേരിൽ അഹങ്കരിച്ച, ഖുർആനിന്റെ ഫിത്നയിൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ, അതിനൊക്കെ നേതൃത്വം നൽകിയ വാസിഖ് പക്ഷേ ഒരുപാട് കാലം ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചു. വളരെ ചുരുങ്ങി 30-ൽ ചില്ലാനും വയസ്സുള്ള സമയത്ത് ആൾ മരിച്ചുപോയി. മരിച്ചങ്ങോട്ട് കിടക്കേണ്ട താമസം ഒരു എലി വന്ന് അയാളുടെ കണ്ണ് ചുഴന്നെടുത്തണ്ട് കൊണ്ടുപോയി. പിന്നെ മയ്യത്ത് കാണാൻ വരുന്നത് ഇതാണ്. അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുക്കുകയാണ്. ഇങ്ങനെ എത്ര ആളുകൾ മരിച്ചുപോയി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ സംരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള മോമിനീങ്ങളെ, നമ്മുടെ ഏറ്റവും വിലപ്പെട്ട മുത്ത്, നമുക്ക് എത്ര വില കൊടുത്താലും വാങ്ങാൻ കഴിയാത്ത മുത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഈമാനാണ്. ആ ഈമാനിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. അതങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. ഇവിടെയുള്ള ആളുകൾ മുഴുവനും, ലക്ഷദ്വീപിലെ ആളുകൾ മുഴുവനും നമ്മളെ സംബന്ധിച്ച് മദ്ഹുകൾ പറയുന്നു, എഴുതുന്നു. അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇയാൾ ഖബറിൽ കിടന്നുകൊണ്ട് റബ്ബിന്റെ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ മദ്ഹു പറഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം? ഈ നാട്ടുകാർ മുഴുവനും നിന്നെ വാഴ്ത്തി പറഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം? ഖബറിൽ നരക ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ ഈ വാഴ്ത്തൽ കൊണ്ട് വല്ല ഗുണവുമുണ്ടോ? എന്നാൽ നീ ഹക്കിന് വേണ്ടി ഉറച്ചു നിന്നു. നീ മരണപ്പെട്ടു പോയപ്പോൾ ചില ആളുകളൊക്കെ നിന്നെ പറ്റി കുറ്റം പറയുന്നു, ചിലര് നന്മ പറയുന്നുണ്ട്. വേറെ കുറെ ആളുകൾ അയാൾ ഒരു വാശിക്കാരനായിരുന്നു, അയാൾ അങ്ങനത്തെ ആളായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ അള്ളാഹുവിന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ സുഖം നീ അവിടെ അനുഭവിക്കുകയാണെങ്കിൽ ഈ മാലോകര് മുഴുവനും നിന്നെ കുറ്റം പറഞ്ഞാൽ നിനക്കെന്താ നഷ്ടം? എന്താ നഷ്ടമുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് അത് വേണമെങ്കിൽ ഈ ഈമാൻ ഇവിടെ സലാമത്താണ്. നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണം.
അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസം, അവരോടുള്ള ബഹുമാനം, അതൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ആ മാതൃക മഹാന്മാര് വന്നുകൊണ്ട് ഈമാൻ പുൽകാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങളുടെ പൂർവികർ. നേരിട്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ അത്ഭുതങ്ങൾ കാണിച്ചു തന്നുകൊണ്ടാണ് അവര് നമ്മൾക്ക് അള്ളാഹുവിനെ കാണിച്ചു തന്നത്. ആ റബ്ബിൽ വിശ്വസിച്ചവരാണ് നമ്മൾ. അതിൻ്റെതായ ആ രൂപത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് അവരിൽ നിന്ന് കണ്ടുപിടിച്ചവരാണ് ഇവിടെ വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സഹാബത്ത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിരുന്നത്? ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണെങ്കിലും ഒരേ പ്രായമാണ്, 1-2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. കണ്ടാൽ ആരാണ് വലുത് ചെറുത് എന്ന് അറിയില്ല. ഒപ്പം കളിച്ചു നടന്നവരാണ്. ആ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അന്ത അക്ബറു അം റസൂലുള്ളാഹ്, നിങ്ങളാണോ പ്രായത്തിൽ വലുത് അതല്ല റസൂലുള്ളയാണോ? കണ്ട ഒരുപോലെ തോന്നും. എളാപ്പയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരേ പ്രായമാണ്. അന്ത അക്ബറു അം റസൂലുള്ളാഹ്, നിങ്ങളാണോ വലുത് അതോ അല്ലാഹുവിന്റെ റസൂലോ? ഒരൊറ്റ വാക്കിൽ മറുപടി പറയാം, അന അക്ബറു എന്ന് പറയാം, ഞാനാണ് പ്രായത്തിൽ വലുത് എന്ന്. പക്ഷെ അക്ബറിന് വേറെ അർത്ഥമുണ്ട്, മഹാൻ എന്ന അർത്ഥമുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ആദരണീയനായ എളാപ്പയായിരുന്നിട്ട് പോലും മഹാനവറുകൾ നൽകിയ മറുപടി എന്താണെന്നറിയോ? ഹുവ അക്ബറു വലാകിന്നി വുലിതു ഖബ്ലഹു, വലുത് റസൂലുള്ള തന്നെയാണ്, പക്ഷെ ആദ്യം പ്രസവിക്കപ്പെട്ടത് എന്നെയാണ്. ഇതിന്റെ പേരാണ് അദബ്, ബഹുമാനം എന്ന് പറയുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈശിയല്ലേ, എല്ലാ മഹത്വം ഒരുമിച്ച് കൂടിയ മഹാനല്ലേ, റസൂലുള്ളാഹിയുടെ എളാപ്പയല്ലേ. അതൊക്കെയാണെങ്കിലും നുബുവത്തിന്റെ ഒരോരത്തെത്താൻ ഇതിനൊന്നും യോഗ്യതയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പദപ്രയോഗത്തിൽ പോലും അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പറയുന്നു, ഹുവ അക്ബറു, വലുത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ. മഹാൻ എന്ന അർത്ഥമുണ്ടല്ലോ അക്ബറിന്, പ്രായത്തിൽ വലുത് എന്ന അർത്ഥമുണ്ട്, ശരി. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ആ ഒരു അദബ് കേട് പോലും വരരുത്. ഹുവ അക്ബറു, വലുത് മഹാൻ അല്ലാഹുവിന്റെ റസൂലായ എന്റെ മോൻ മുഹമ്മദ് നബി തന്നെ. എന്നാൽ വലാകിന്നി വുലിതു ഖബ്ലഹു, അവരുടെ മുമ്പ് പ്രസവിക്കപ്പെട്ടത് എന്നെയാണ്. ഇങ്ങനെ പഠിച്ച ഒരു അദബുണ്ട്, ഇങ്ങനെ ഒരു ഇസ്ലാം കാത്തു സൂക്ഷിച്ച ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഈമാനിന്റെ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വേറെ കുറെ താടി ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. താടി വേണ്ട എന്നല്ല ഈ പറഞ്ഞത്. സ്കാരം വേണം, നോമ്പ് വേണം, താടി വേണം, നെരിയാണിക്ക് മേലെ ഉടുക്കണം, ഒക്കെ വേണം. പക്ഷേ ഇതൊക്കെ ബാഹ്യമായ തഖ്വയാണ്. ഖൽബിന്റെ തഖ്വ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹു ബഹുമാനിച്ചവരെയും അവർക്ക് കൊടുക്കേണ്ടുന്ന ആദരവും ബഹുമാനവും അതേ അർത്ഥത്തിൽ നൽകിക്കൊണ്ട് അവരോടുള്ള ബഹുമാനത്തെ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള അദബോടുകൂടെ അവരോടുള്ള കാര്യങ്ങളെ ഒക്കെ ചെയ്യുക, പെരുമാറുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നത്. ആ ഒരു പൈതൃകത്തെ കാത്തു സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പുത്തനാശയക്കാർ കടന്നു വരുമ്പോൾ പലതരത്തിലുള്ള ആശയങ്ങൾ കടന്നു വരും. പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താണ് അതിന് തെറ്റ് എന്ന് തോന്നും, നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അവിടെയാണ് നമുക്ക് പണ്ഡിതന്മാരുടെ ആവശ്യം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മഹത്വം അതാണ്. ഏതെങ്കിലും ഒരാൾ പറയുന്നതല്ല നമ്മൾ എടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രഗത്ഭരായ 40 മുഷാവറ മെമ്പർമാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ആരായിരുന്നു എന്ന് നമുക്കറിയാം. കണ്ണിയത്ത് ഉസ്താദ് ആരാണ് എന്ന് നമുക്കറിയാം. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് വളരെ സന്തോഷം. വന്ന് കയറിയത് തന്നെ ശംസുൽ ഉലമയുടെ പേരിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക്, പിന്നെ പോകുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരിലുള്ള ഒരു ഓഫീസിലേക്ക്, പിന്നെ പോകുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള സ്ഥാപനത്തിലേക്ക്, പിന്നെ കണ്ടത് കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണ. എന്തുകൊണ്ട് അവരെ നമ്മൾ ഇങ്ങനെ സ്മരിക്കുന്നു? അവരെ പോലെയുള്ള മഹത്തുക്കളായ 40 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഏതൊരു വിഷയം വന്നാലും ആരും തെറ്റിദ്ധരിക്കണ്ട. ഏതൊരു വിഷയം വന്നാലും ഒരാളുടെ അഭിപ്രായവും അവിടെ നടപ്പിലാവുകയില്ല. ഈ 40 പണ്ഡിതന്മാർ ആ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ചർവണം നടത്തി അതിനെ പഠിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ച് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി ചിലപ്പോൾ 2-3 മുഷാവറ അതിനു വേണ്ടി കൂടി
അതിനുശേഷം മാത്രമേ എന്ത് വിഷയമാണെങ്കിലും അതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുക്കൂ. അത് ജനങ്ങൾക്കറിയാം, കേരളത്തിലെ പണ്ഡിതന്മാർക്കറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് സമസ്ത ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നന്മ പിന്നെ പറയാൻ നിൽക്കാറില്ല. എന്റെ അഭിപ്രായം ചിലപ്പോൾ മറ്റൊന്നായിരിക്കാം, പക്ഷേ എനിക്ക് തെറ്റുപറ്റാം, ആർക്കും തെറ്റ്. പക്ഷേ തെറ്റുപറ്റാൻ ഏറ്റവും കുറവ് സാധ്യത ഈ പണ്ഡിതന്മാരും ഒക്കെ കൂടി എടുത്ത തീരുമാനം അത് തെറ്റാണെന്നും എന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം ശരിയാണെന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ആ ഒരു നമ്മുടെ ഒരു അത്താണി, ദീനീ വിഷയത്തിലുള്ള അത്താണി, അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമ മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ തബ്ലീഗുകാരെ കണ്ടപ്പോ എല്ലാവർക്കും തോന്നി എന്താ അവർക്ക് കുഴപ്പം. അവര് വന്നപ്പോൾ അങ്ങനെ പല കള്ള തരീഖത്തുകൾ വന്നപ്പോൾ പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ ഓരോ വിഷയത്തിലും വളരെ കൃത്യമായി അള്ളാഹുവിനെ മുൻനിർത്തി ചർച്ചകൾ നടത്തിക്കൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാറുള്ളൂ. ഇതുവരത്തെ ചരിത്രം അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ അതിന് പോവാൻ കഴിയുകയുള്ളൂ. അതിന്റെ ബറക്കത്ത് കൊണ്ട്, അതിന്റെ ആ ഒരു ഹിഫ്ള് കൊണ്ട് നമുക്ക് എന്തായി, പലരും മോശമാണെന്ന് സമസ്ത പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാറില്ല. പിന്നീട് കാലഘട്ടം തെളിയിക്കാറാണ് നമ്മുടെ ഈമാനിനെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ സമസ്ത ഇവിടെ നേരിട്ടില്ലെങ്കിലും അതിന്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. കേരളത്തിലാണെങ്കിലും അതിനെ ഓരം പറ്റി നിൽക്കുന്ന, കർണാടകയിൽ ഞങ്ങൾ ചെന്നപ്പോ നമ്മുടെ സ്ഥാപനമുണ്ട് അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോ എനിക്കൊരു പള്ളി കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പള്ളി ഉണ്ടാക്കിയത് വൈലിത്തറ മുഹമ്മദ് മുസ്ലിയാർ വന്ന് വയൽ പറഞ്ഞിട്ടാണ്. കർണാടകയിൽ പള്ളി ഉണ്ടാക്കാൻ കേരളത്തിൽ നിന്ന് ആലിമികൾ പോയിട്ടാണ്. അതിന് തറക്കല്ലിട്ടത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ഇന്ന തങ്ങളാണ്. ഏതാണ്ട് പേര് പറഞ്ഞത് ഓർമ്മയില്ല. ഇങ്ങനെ ഈ ഓരം പറ്റി നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു അത്താണി, ഒരു ബോഗിയിൽ കിടന്നിറങ്ങുന്ന ഒരു ട്രെയിൻ യാത്രക്കാരെ പോലെയാണ് നമ്മൾ. ശക്തമായ ഒരു എൻജിൻ നമുക്കുണ്ട്. ആ എൻജിൻ കുതിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഈമാനിന്റെ കാര്യം നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ആദർശത്തിന്റെ കാര്യം അവര് നോക്കിക്കൊള്ളും. അവര് പറഞ്ഞതനുസരിച്ച് സുഖമായി കിടന്നുറങ്ങാനുള്ള ഒരു മനസ്സമാധാനമുള്ള ഒരു വിഭാഗമാണ് നമ്മൾ ഈ മലയാളികൾ. അള്ളാഹു നിഅമത്ത് നിലനിർത്തി തരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ ഇസ്രായിൽ കുറച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സൂറത്തുൽ ഇസ്രാ എന്ന പേരിൽ ഒരു സൂറത്തുണ്ടല്ലോ. സൂറത്തുൽ ഇസ്രാ എന്ന് പറഞ്ഞ സൂറത്തില്ലേ, അൽ കഹ്ഫ് സൂറത്തിന്റെ തൊട്ടു മുമ്പത്തെ സൂറത്താണ്. ആ സൂറത്തുൽ ഇസ്രാ, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. പിന്നെന്താ സൂറത്തിൽ പറയുന്നതെന്നറിയോ? പിന്നെ പറയുന്ന ആയാത്തുകൾ മുഴുവനും മൂസാ നബിനെ സംബന്ധിച്ചാണ്, ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഓരോറ്റ ആയത്താണ് ഇസ്രായേലിനെ സംബന്ധിച്ചത്. എന്നാ പേരോ സൂറത്തുൽ ഇസ്രാ. എന്താ കാരണം? എന്താണ് കാരണം? ഈ ഒരൊറ്റ ആയത്താണ് റസൂലുള്ളാഹിയുടെ ഇസ്രായിനെ സംബന്ധിച്ചുള്ളത്. പിന്നീട് തൊട്ടടുത്ത ആയത്ത് ആതൈനാ മൂസൽ കിതാബ വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്നു പോയ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശദമായ പഠനമാണ് നടത്തുന്നത്. പിന്നെ അതിനുശേഷം ചില ഉപദേശങ്ങൾ മുഅ്മിനീങ്ങൾക്ക് നൽകുന്നുമുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് നേരിട്ട് സ്പർശിക്കുന്ന ഒരൊറ്റ ആയത്താണ്. എന്തിനാണ് ഇതെന്നറിയോ? റസൂലുള്ളാഹിനെ പഠിക്കേണ്ടത് മറ്റ് അമ്പിയാക്കളോട് താരതമ്യ പഠനം നടത്തിയിട്ടാണ്. മൂസാ നബിയെ പഠിക്ക്, മൂസാ നബിയെ പഠിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ പഠിക്ക്. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. തൊട്ടടുത്ത് പറയുന്നത് മൂസാ നബിക്ക് നമ്മൾ കിതാബ് കൊടുത്തു എന്നാണ്. ആ ചരിത്രം നിങ്ങൾക്കറിയാലോ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ തൗറാത്ത് നൽകുന്നതിന്റെ മുന്നോടിയായി 30 ദിവസം റിയാള വീട്ടാൻ അല്ലാഹു മൂസ നബിയോട് കൽപ്പിക്കുന്നു.
പോരാ, 30 കൊണ്ട് മതിയായില്ല, 10 ദിവസം കൂടി വേണം. അള്ളാഹു നിശ്ചയിച്ച ഒരു നിശ്ചിത സ്ഥലത്ത്, നിശ്ചിത മൗഇദിൽ അവിടെ ചെന്ന് തൗറാത്ത് ഏറ്റുവാങ്ങുക എന്നതാണ് ദൗത്യം. അതിലും വലിയ ദൗത്യമൊന്നുമില്ല. ആ ദൗത്യം നിർവഹിക്കണമെങ്കിൽ മൂസ, നിങ്ങൾ ആദ്യം 30 ദിവസം നോമ്പും മറ്റ് കർമ്മങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാവേണ്ടതുണ്ട്. പോരാ, 30 പോരാ, പിന്നെയും 10 ദിവസം വേണം. 40 രാത്രികളിലായി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ലിഖാഇന് വേണ്ടി തയ്യാറെടുക്കുന്നു. അതാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ വിശദീകരണങ്ങളാണ്. എന്നാൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ, അല്ലാഹ് പറയുന്നു, അല്ലാഹ് എത്ര മഹോന്നതനാണ്, എത്ര വലിയ പരിശുദ്ധനാണ്. അസ്റാ, രാപ്രയാണം നടത്തി, ബിഅബ്ദിഹി, ആ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയെ രാപ്രയാണം നടത്തി എന്നാണ് അസ്റയുടെ അർത്ഥം. അസ്ര എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അർത്ഥം. പിന്നെന്തിനാ ലൈലൻ എന്ന് പറഞ്ഞത്? അവിടെയാണ് പോയിന്റ്. ലൈലൻ, ഒരു രാത്രിയുടെ ഏതാനും നിമിഷം. 30 ദിവസത്തിന്റെ 40 ദിവസത്തിന്റെ റിയാദ ആവശ്യം വന്നില്ല. അള്ളാന്റെ റസൂല് പോകുന്നത് തൂർ സീനാ പർവ്വതങ്ങളിലേക്കല്ല, 7 ആകാശങ്ങളെ ഭേദിച്ചുകൊണ്ട്, സിദ്റത്തുൽ മുന്തഹയും ഭേദിച്ചുകൊണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു നിശ്ചിത സ്ഥലം അള്ളാഹു നിശ്ചയിച്ചു, ഒരു നിശ്ചിത അവസ്ഥ നിശ്ചയിച്ചു എന്നേ നമുക്ക് പറയാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. ഇനി ഒരടി ഞാൻ മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ കരിഞ്ഞു പോകും. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുടെ നേതാവാണ് ഈ പറയുന്നത്. ഇനി ഒരടി മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ കരിഞ്ഞു പോകും. അങ്ങ് മുന്നോട്ട് പോയാൽ അങ്ങക്ക് എല്ലാ ഹുജൂബുകളെയും ഭേദിച്ചുകൊണ്ട്, ഹിജാബുഹുൻ നൂർ, അല്ലാഹുവിന്റെ ഹിജാബ് പ്രകാശമാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹാ ഇലൈഹി ബസറു, ആ പ്രകാശത്തിന്റെ മറയങ്ങാനും നീങ്ങിയാൽ അല്ലാഹുവിന്റെ പ്രഭാകിരണങ്ങൾ ഈ ലോകത്തെ കരിച്ചു കളയും എന്നാണ്. അതിനെ ഭേദിക്കാൻ ഒരു മഖ്ലൂഖിന് സാധ്യമല്ല. ജിബ്രീൽ പറയാണ്, ഇനി ഒരു ഉന്മുല, ഒരു വിരൽ, ഒരു ചാൺ, ഒരു വിരൽ ഖദർ ഞാൻ മുന്നോട്ട് നീങ്ങിയാൽ ഞാൻ കരിഞ്ഞു പോകും. തങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ ഈ ഹിജാബുകളൊക്കെ ഭേദിച്ചുകൊണ്ട് തിരുസന്നിധിയിലെത്താൻ കഴിയും. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ദിവസത്തിന്റെ തയ്യാറെടുപ്പ് പോലും വേണ്ട. ലൈലൻ, ഒരു രാത്രിയുടെ ഏതാനും നിമിഷങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു. അതിന്റെ മുന്നേ ഒരു 30 ദിവസമോ 40 ദിവസമോ വേണ്ടി വന്നില്ല. അതാണ് സയ്യിദുൽ ഖൽഖ് അഷ്റഫുർ റസൂൽ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആരാ റസൂലുള്ളാഹ്? ആരാ റസൂലുള്ളാഹ്? ആ ഒരൊറ്റ വാക്കിൽ നിന്ന് റസൂൽ ആരാണെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ പറയേണ്ട ഒരൊറ്റ ആയത്ത്, ആ ആയത്തിലെ ഓരോ വാക്കുകളെയും വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. ഹബീബായ റസൂലുള്ളാഹ് ആരാണെന്ന് നമുക്ക് പിടുത്തം കിട്ടാത്തൊരവസ്ഥ വരും. ആ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ, ആ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ആ റസൂലുള്ളാഹിയുടെ സദസ്സിലിരിക്കുമ്പോൾ മുൻഗാമികളൊക്കെ കാണിച്ചൊരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ആ ആദരവ് നിലനിർത്തുക, അതാണ് നിർബന്ധമായിട്ടുള്ളത്. അതിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഊന്നൽ നൽകുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ വിഷയം അവിടെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും നമുക്ക് നിന്നുകൊടുക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു സംഭവമാണ് ഇസ്ലാം. ഞാൻ വല്ലാതെ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഒരുപാട് പ്രാസംഗികന്മാരുണ്ട്. ഞാൻ ഒരു സൂചനകൾ നൽകി എന്നേ ഉള്ളൂ. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? لو ناسبت قدره آياته عظما أحيا اسمه حين يدعى دارس الرمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
ലൗ നാസബത് ഖദ്റഹു. ഇമാം ബൂസൂരി തങ്ങൾ പറയുകയല്ലേ, ലൗ നാസബത് ഖദ്റഹു ആയാതുഹു ഇളമാ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസ الرممി. അല്ലാഹുവിന്റെ റസൂലിന്, ഹബീബായ റസൂലിന് അല്ലാഹുവിന്റെ അടുത്തുള്ള സ്ഥാനമാനങ്ങൾ, ആ സ്ഥാനമാനങ്ങളോട് യോജിക്കുന്ന വിധത്തിലുള്ള, അതിനോട് മുനാസിബാകുന്ന വിധത്തിലുള്ള മുഅ്ജിസത്തങ്ങാനം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്തിരുന്നുവെങ്കിൽ അഹ്യസ്മുഹു ഹീന യുദ്ആ ദാരിസർ റിമമി, മുഹമ്മദ് എന്ന പേര് കേട്ടാൽ ഖബറിൽ ദ്രവിച്ചു കിടക്കുന്ന എല്ലും കഷ്ടങ്ങൾ ഹയാത്ത് വെച്ച് പുറത്തു വരുമായിരുന്നു. അത്രമേൽ മഹാനാണ് അല്ലാഹുവിന്റെ റസൂൽ. പക്ഷെ അതൊന്നും അല്ലാഹ് കൊടുത്തിട്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അള്ളാന്റെ ഹബീബാണ്, അള്ളാന്റെ റസൂലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങൾ കൊടുത്തു. അതിന്റെ അപ്പുറം ഇവിടെ ആവശ്യമില്ല. യഥാർത്ഥത്തിലുള്ള മഹത്വത്തിനനുസരിച്ചുള്ള ആയാത്തുകളെ കൊടുത്തിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ പേര് ഹയാത്താക്കും. അത് ആ പേര് വിളിക്കപ്പെട്ടാൽ ദ്രവിച്ചു കിടക്കുന്ന എല്ലും പൊടികളൊക്കെ ഹയാത്തായി വരും. നിങ്ങൾക്ക് എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? റസൂലുള്ള ചാരി നിന്ന മരത്തിന് ഹയാത്തുണ്ടായില്ലേ? റസൂലുള്ള കയറിയ ഉഹദ് പർവ്വതം വിറച്ചില്ലേ? ഉഹദ് പർവ്വതം നിങ്ങൾ കണ്ടിട്ടില്ലേ പലരും? ഇല്ലെങ്കിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാലോ. ആ ശക്തമായ നീണ്ടുകിടക്കുന്ന പർവ്വത നിരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവർ 4 പേര് ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഫറജഫ ബിഹിം ഉഹദ്. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഉഹദ് കിടുകിടാ വിറച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഉഹദ് കിടുകിടാ വിറക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്തു? കാലൊന്നിട്ട് കുറിച്ച് ഒരൊറ്റ ചവിട്ടാണ്, മെല്ലൊരു ചവിട്ടണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്കുൻ യാ ഉഹദ് ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, അടങ്ങി നിൽക്ക്, ഒതുങ്ങി നിൽക്ക്. നിന്റെ മുകളിലുള്ളത് ആരാണെന്ന് ഓർക്കണം. അത് ഒന്ന് റസൂലാണ്, ഒന്ന് സിദ്ദീഖുൽ അക്ബറാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, ഒന്ന് നമ്മളിവിടെ കിടക്കുന്ന ഉബൈദുല്ലാഹ് തങ്ങളുടെ വല്ലിപ്പയാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ മദദിലും ഷഫാഅത്തിലും അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഒന്ന് സിദ്ദീഖുൽ അക്ബറാണ്, വശഹീദാൻ, 2 രക്തസാക്ഷികളാണ്. ആരാണത്? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഷഹീദാവുകയാണ്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെയുള്ള മഹാന്മാരാണ്. അതുകൊണ്ട് അച്ചടക്കം പാലിക്കുക, അദബ് വിടല്ലേ. എന്താണ് ഈ കുലുങ്ങിയത്? എന്താണ് ഈ കുലുങ്ങാനുള്ള കാരണം? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അകലെ നിന്ന് ഉഹദ് പർവ്വതം ഇങ്ങനെ കണ്ടു. തല ഉയർത്തി നിൽക്കുകയാണല്ലോ ഉഹദ് പർവ്വതം. അപ്പോ നമ്മളിപ്പോ ഗൾഫിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തെവിടെയൊക്കെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ അകലെന്ന് വാപ്പാനെ എയർപോർട്ടിൽ നിന്നോ മറ്റോ ഇങ്ങനെ കാണുമ്പോ കുട്ടികൾ അതാ കാണും, അതാ വരുന്നു വാപ്പാന്റെ സന്തോഷം പ്രകടിപ്പിക്കുമല്ലോ. എന്ന പോലെ റസൂലുള്ളാഹി ഉഹദിന് ഏതാനും ദിവസം മദീനയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളൂ. റസൂലുള്ളാഹി ഉഹദിനെ അങ്ങോട്ട് കണ്ടപ്പോൾ ഹാദാ ജബലു ഉഹദ്, അതാ കാണുന്നു ഉഹദ് പർവ്വതം, ജബലുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, എനിക്ക് വലിയ ഇഷ്ടമാണ്, അതിന് എന്നെയും വലിയ ഇഷ്ടമാണ്. ആ ഉഹദിലെ ഒരു മൺതരിയായിരുന്നെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആ ഉഹദിലെ ഒരു കൽത്തരിയായിരുന്നെങ്കിൽ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അതാ കാണുന്നു ഉഹദ് പർവ്വതം. ആ പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അതിനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹാധിക്യത്താൽ ആ പുണ്യ കാൽപാദം ഒന്ന് ചുംബിക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഉഹദ് പർവ്വതം. ആ ശുഭമുഹൂർത്തം കിട്ടിയപ്പോൾ, ചിരകാലാഭിലാഷം പൂവണിഞ്ഞപ്പോൾ, എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആനന്ദ നൃത്തം ചവിട്ടി എന്ന്. സന്തോഷാധിക്യത്താൽ എല്ലാം മറന്നുകൊണ്ട് ഡാൻസ് ചെയ്തു എന്ന്. അപ്പൊ റസൂലുള്ളാഹി അത് മനസ്സിലാക്കിയിട്ട് പറയാ, അതൊക്കെ ശരി, നിന്റെ സന്തോഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ എന്നാലും അദബ് വിടരുത്. അതാ പറഞ്ഞത്, ഉസ്കുൻ, അടങ്ങി നിൽക്ക്. വമാ അലൈക, നിന്റെ മുകളിലുള്ളത് ഒന്ന് നബിയാണെന്ന് ഓർക്കണം. നബിമാരോടുള്ള ഏത് ഘട്ടത്തിലും അത് വിടാൻ പാടില്ല. ഒന്ന് സിദ്ദീഖുൽ അക്ബറാണ്, ഒന്ന് 2 രക്തസാക്ഷികളാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഹയാത്താവും. അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഖൽബാണ് ഇനി ഹയാത്താവുക. നമ്മുടെ ഖൽബ് ഹയാത്താവണം. നമ്മുടെ ഖൽബ് ഈമാൻ കൊണ്ട് ചൈതന്യവത്താവണം. അതിനെന്താ വേണ്ടത്? നമ്മുടെ ഖൽബിൽ റസൂലുള്ളാഹി ഉണ്ടാവണം.
ശരീരം കൊണ്ട് റസൂലുള്ളാഹിയുടെ ഒപ്പം ഇരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. സ്വർഗത്തിൽ അല്ലാഹു അത് നമുക്ക് നൽകുമാറാവട്ടെ. എന്നാൽ അതിൽ നിരാശപ്പെടേണ്ടതില്ല. ഞാൻ ഏറ്റവും എന്റെ അടുത്ത്, ഞാൻ എല്ലാ മോമിനിനോടും ഏറ്റവും അടുത്തവനാണ്. ഐനമാക്കാനു, അവര് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും. പക്ഷെ കൽബ് അങ്ങോട്ട് തിരിയണം എന്ന് മാത്രം. നാം മദീനയിലിരിക്കെ നമ്മുടെ കൽബ് എവിടെയെങ്കിലും ആണെങ്കിൽ ആയിരുത്തം കൊണ്ടൊരു കാര്യമില്ല. നാം ഇവിടെ ദ്വീപിലിരിക്കെ നമ്മുടെ കൽബ് മദീനയിലാണെങ്കിൽ നമ്മുടെ ഇരുത്തം വലിയ ഇരുത്തമാണ്. ആ കൽബിൽ റസൂലുള്ളാഹിനെ നിറക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും ആ ദിക്ർ നമുക്കുണ്ടാവണം. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇസ്രാ മിഅ്റാജിന്റെ അന്ന് മാത്രം ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ പോരാ. ഇവിടെ 3 ഓഫീസുകൾ, സ്വന്തം ഓഫീസ് SKSSF-നുണ്ട്. ഇത്രയും സംവിധാനങ്ങളുണ്ട്. വേറെ 2 ഓഫീസ് സ്വന്തമല്ലെങ്കിലും വാടകയ്ക്കുണ്ട്. മറ്റുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇടയ്ക്കിടക്കൊക്കെ ആഴ്ചക്കൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഒരു മൗലിദ് ഓതി ഒരു 2 ഹദീസ് റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ടത്, റസൂലുള്ളാഹിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടത് ഒന്ന് പറയണം. അതൊരു ഡോസാണ്. നമ്മൾ ഇടയ്ക്കിടക്ക് പെട്രോൾ പമ്പിൽ പോയി വണ്ടിയിൽ ഡോസ്, പിന്നെ ഇന്ധനം നിറക്കുമല്ലോ എന്ന പോലെ കൽബിന് കൊടുക്കാനുള്ള ഡോസാണത്. അതവിടെ നിലനിൽക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ കൽബിനെ ശക്തിപ്പെടുത്തണം. റസൂലിനോടുള്ള ഒരു ബന്ധം നമുക്ക് സുദൃഢമാക്കാൻ കഴിയണം. ഒരു ദിവസം ചുരുങ്ങിയത് കുറച്ച് സലാത്ത് ചെല്ലാനെങ്കിലും നമുക്ക് കഴിയണം. സലാത്ത് വർദ്ധിപ്പിക്കുന്നവർക്ക് സ്വർഗത്തിൽ അവർ എന്റെ കൂടെയായിരിക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. സലാത്ത് വർദ്ധിപ്പിക്കണം. ഈ വർദ്ധിപ്പിക്കൽ എത്രയും വർദ്ധിപ്പിക്കാം. എന്നാൽ ചില ആരിഫീങ്ങളായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഈ വർദ്ധിപ്പിക്കലിന്റെ ഏറ്റവും ചെറിയ രൂപം 300 സലാത്തെങ്കിലും ചെല്ലലാണ്. 300 സലാത്തെങ്കിലും ചെല്ലിയാൽ മുക്സിരീങ്ങളുടെ ഏറ്റവും അതിന്റെ C ആയിരിക്കും, അല്ലെ ഡി ഒക്കെ ആയിരിക്കും. അതിന്റെ തന്നെ B+ഉം Bയും A+ഉം ഒക്കെ ഉണ്ടാവും. ഉയർന്ന ഡിഗ്രികൾ ഉണ്ടായിരിക്കും. 3000 ചെല്ലുന്നത്, ലക്ഷങ്ങൾ ചെല്ലുന്നവരുണ്ടായിരിക്കും. നമ്മള് ഒരു 300 സലാത്തെങ്കിലും മുറിയാതെ ചെല്ലുമെന്ന്, ഈ ഒരു മിഅ്റാജിന്റെ രാത്രി എന്നും ചെല്ലുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് നമ്മൾ പിരിയണം. അത് ഇന്ന് തന്നെ നടപ്പിലാക്കുമെന്ന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. എന്തൊക്കെ അങ്ങനെ ആ ഒരു തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഒഴുക്കിൽ ബഹുമാനപ്പെട്ട സാലിം ഫൈസി നിങ്ങളോട് വേണ്ട പോലെ പറഞ്ഞു തരും. 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഞങ്ങളിവിടെ വന്നത് സമസ്തയുടെയും SKSF-ന്റെയും പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിന്റെ പുറമെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കൂടിയുണ്ട്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ നടത്തുന്നുണ്ട്. അതിലെ കേരളത്തിന്റെ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ, തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് SNEC എന്ന പേരിലുള്ള സംവിധാനം. SNEC-യിൽ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. കേരളത്തിൽ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നാണ്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. നല്ല ഭൗതിക വിദ്യാഭ്യാസം നന്നായി കൊടുക്കുന്നു, ദീനീ വിദ്യാഭ്യാസം നന്നായി കൊടുക്കുന്നു. നല്ല പണ്ഡിതന്മാരെയും പണ്ഡിതകളെയും ഇന്ന് നമ്മുടെ മക്കളൊക്കെ എങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭൗതിക കലാലയങ്ങളിൽ പഠിച്ചു വരുമ്പോ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാനുള്ള ഒരു അവസ്ഥ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ മനസ്സിലാക്കിയും കൊണ്ട് പ്രത്യേകം സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഈ SNEC-യുടെ കീഴിലുള്ള ഷീ എന്ന് പറയുന്നത്. ഷീ ഉണ്ട്, She+ ഉണ്ട്. ഷീ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ശരീഅത്തും ഭൗതിക വിദ്യാഭ്യാസം, ഡിഗ്രി, PG ഒക്കെ വരെ അവർക്ക് എടുക്കാം. ഡിഗ്രി വരെ നിർബന്ധമായിട്ട് എടുക്കണം, PG ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ She+ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് പിന്നെ 10ാം ക്ലാസ് വരെ, പിന്നെ +2, പിന്നെ ഡിഗ്രി. ഇങ്ങനെ അവർക്ക് നന്നായി കിതാബൊക്കെ പഠിപ്പിച്ച് നല്ല സംസ്കാരം, നല്ല അച്ചടക്കത്തിൽ അവരെ വളർത്തി ഭാവിയിൽ നമ്മുടെ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്കിടയിൽ അവർ തന്നെ ദീനീ പ്രബോധനം നടത്തുന്ന, മാത്രമല്ല അവരുടെ ജീവിതം കൊണ്ട് തന്നെ മാതൃകയാകുന്ന നല്ല ദീനീ ബോധമുള്ള പണ്ഡിത വനിതകളെ വാർത്തെടുക്കുക എന്നതാണ് അതിന്റെ പ്രധാനമായ ലക്ഷ്യം. അതിൽ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുട്ടികൾ അടുത്ത വർഷവും നിങ്ങൾക്ക് പഠിപ്പിക്കാം. പക്ഷെ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു ദ്വീപിലായിട്ട് ഈ She+ 7ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് ഇവിടെ നിന്നും പലരും നമ്മളോട് ആവശ്യപ്പെട്ടു. നമുക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു ദീനി പ്രവർത്തനാണല്ലോ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങളൊക്കെ ഒന്ന് കരുതി ഒന്ന് ശ്രദ്ധ വെച്ചാൽ, ഇവിടെ ഇത്രയും സംവിധാനം, ഇത്രയും പ്രയാസപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്തവരല്ലേ, ഭാവിക്ക് ആവശ്യമാണിത്. നമ്മുടെ പെൺമക്കൾ നന്നാവണം, കുടുംബം നന്നാവണം. അത് മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ട് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ഈ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ഞാൻ ഖാദിർ ഉസ്താദിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അവിടുത്തെ പ്രധാനികളായൊന്ന് ഇരിക്കണമെന്ന്, ഭാരവാഹികളൊക്കെ ആയിട്ടൊന്ന് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സൗകര്യം പോലെ ചെയ്യാം. നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളത് ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും സാധ്യമാകുകയാണെങ്കിൽ ഇവിടെ തന്നെ നന്നായി, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സ്ഥലമൊക്കെ കണ്ട് അതിനൊരു മുൻകൈ എടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ, ഈ ഒരു രാത്രിയിൽ, ഈ ഒരു മിഅ്റാജിന്റെ രാത്രിയിൽ നിങ്ങളോട് വളരെ വിനീതമായി ഒരു അപേക്ഷ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ഈമാനിനെ അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാനിനെ അല്ലാഹു ജീവസറ്റുതാക്കി തരുമാറാവട്ടെ. മരിക്കുന്നത് വരെ സിഹത്തോടെ, ആഫിയത്തോടെ, ദീർഘായുസ്സോടെ ജീവിച്ച് നല്ല ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ ഒരാൾ ഒരു ഹദിയ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. അതിന്റെ സവാബ് അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗീയമാക്കി തരുമാറാവട്ടെ. നമ്മെയും അവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ സന്താന പരമ്പരകളെ ഖിയാമത്ത് നാൾ വരെ യഥാർത്ഥ മുഅ്മിനീങ്ങളായി, യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.